നിർണായകമായ ഒരു വിധിയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. നെന്മാറ സജിത വധക്കേസിൽ ഒടുവിൽ വിധി വന്നിരിക്കുകയാണ്. ചെന്താമരയ്ക്ക് ജീവപര്യന്തം എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ നിമിഷം പ്രേക്ഷകരിലേക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്, എത്തിക്കാനുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ ക്രൂരമായ കൊലപാതകത്തിൽ ഒടുവിൽ വിധി വന്നിരിക്കുകയാണ്. ചെന്താമരയ്ക്ക് ജീവപര്യന്തം തടവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് വളരെ കൃത്യമായി തന്നെ ബഹുമാനപ്പെട്ട കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ജീവപര്യന്തം ശിക്ഷയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇരട്ട കൊലപാതകവുമായി ഈ രണ്ട് കൊലപാതകങ്ങളുടെ കാര്യവും കൃത്യമായി തന്നെ ഈ വിധി പറയുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൃത്യമായ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ആദ്യം നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ജീവപര്യന്തം എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, വിധി പ്രസ്താവം വളരെ ഗൗരവമായ നെന്മാറ സജിത വധക്കേസിൽ വളരെ 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 നിർണായകമായിട്ടുള്ള വിധിയാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചെന്താമരയ്ക്ക് ജീവപര്യന്തം എന്നുള്ള വളരെ നിർണായകമായ ഒരു വിധിയാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കണം, ഈ അപൂർവങ്ങളിൽ അപൂർവമല്ല എന്നൊരു നിരീക്ഷണമാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിധി പ്രസ്താവം ഇപ്പോഴും തുടരുകയാണ്. ജീവപര്യന്തം എന്ന ശിക്ഷയാണ് ചെന്താമരയ്ക്ക്, ഈ ക്രൂരമായ കൃത്യത്തിന് ചെന്താമരയ്ക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശിവദാസ് കന്മനം ചേരുന്നുണ്ടെന്നാണ് ജീവപര്യന്തം തടവ് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ലെന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുന്നു. നെന്മാറ സജിത വധക്കേസിൽ അത്യധികം നിർണായകമായ വിധി ഇതാ വന്നിരിക്കുന്നു. ചെന്താമരയ്ക്ക് ജീവപര്യന്തം ശിക്ഷയാണിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ആ കൊടും ക്രൂരതയ്ക്ക് ശിക്ഷ ഒടുവിൽ വിധിച്ചിരിക്കുന്നു. ചെന്താമരയ്ക്ക് ജീവപര്യന്തം. ശിവദാസ് കന്മനത്തിനെ ഉടൻ നമുക്ക് ലഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ശിവദാസ് പറയൂ. ചെന്താമരയ്ക്ക് ജീവപര്യന്തം വളരെ 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 നിർണായകമായ കേസിൽ ഒടുവിൽ നെന്മാറ സജിത വധക്കേസിൽ ഒടുവിൽ വിധി വന്നിരിക്കുകയാണ്. അത്യധികം ക്രൂരമായ രീതിയിൽ നടന്ന ഒരു കൊലപാതകത്തിൽ ഒടുവിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ ശിക്ഷാവിധി വന്നിരിക്കുന്നു. ഇരട്ട കൊലപാതകം പരാമർശിച്ചാണ് ഈ വിധി പ്രസ്താവം കോടതി നടത്തിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നെന്മാറ സജിത കൊലക്കേസിൽ ഈ കൊടും ക്രൂരതയ്ക്ക് ഒടുവിൽ ശിക്ഷ വന്നിരിക്കുകയാണ്. ചെന്താമരയ്ക്ക് ജീവപര്യന്തം. ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തമാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അത്യധികം കൊടും ക്രൂരതയ്ക്കൊടുവിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നു. ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് ലഭിച്ചിരിക്കുന്നത്. ശിവദാസ് കന്മനം ഇപ്പോൾ കോടതിയുടെ പരിസരത്ത് തന്നെ ചേരും. 1.25 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. എന്തായാലും ഇരട്ട ജീവപര്യന്തം എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ഇരട്ട ജീവപര്യന്തത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ചെന്താമരയ്ക്ക് ഈ കൊടും ക്രൂരതയ്ക്ക് ഇരട്ട ജീവപര്യന്തം വളരെ പ്രധാനപ്പെട്ട വളരെ നിർണായകമായ ശിക്ഷാവിധിയിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. ശിവദാസ് കന്മനം, പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നത്. കാരണം ഇത്
അപൂർവങ്ങളിൽ അപൂർവമായ അത്യധികം ക്രൂരതയാർന്ന ഒരു ശിക്ഷയാണ്. സ്വാഭാവികമായിട്ടും വധശിക്ഷ തന്നെ വേണം എന്ന് പ്രോസിക്യൂഷൻ നിരന്തരം വിചാരണയിലുടനീളം കോടതിയിൽ വാദിച്ചിരുന്നു. സജിതയുടെ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഈ ചെന്താമര ഭർത്താവ് സുധാകരനെയും അമ്മയും കൊലപ്പെടുത്തുന്ന അത്യധികം ക്രൂരമായ വളരെ ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയ ചെന്താമരയ്ക്കൊടുവിൽ ജീവപര്യന്തം ശിവദാസ് കേൾക്കാമോ? പറയൂ. ശിവദാസ് പറയൂ വിശദാംശങ്ങളിലേക്ക്. ശിവദാസ്, ജീവപര്യന്തമാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. അപൂർവമായ കേസ് ആണ് എന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു കേസ് അല്ലെന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. അതായത് ഇരട്ട ജീവപര്യന്തമാണ് ചെന്താമരയ്ക്ക് വിധിച്ചിരിക്കുന്നത്. കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. അതായത് ഇരട്ട ജീവപര്യന്തമാണ് ചെന്താമരയ്ക്ക് വിധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 4.25 ലക്ഷം രൂപ പിഴ അടയ്ക്കാനും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ തെളിവ് നശിപ്പിക്കലിന് 5 വർഷം മറ്റൊരു ശിക്ഷയും നൽകിയിട്ടുണ്ട്. ഇത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. അതായത് മരണം വരെ ചെന്താമര ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഈ ശിക്ഷാവിധിയിൽ ഉള്ളത് മറ്റ് വ്യത്യസ്ത വകുപ്പുകളിലായി ഇത്തരത്തിലുള്ള വിവിധ ശിക്ഷകൾ വിധിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും. അതായത് ഇരട്ട ജീവപര്യന്തം എന്ന് പറയുമ്പോൾ തന്നെ അത് കൂടുതലും മരണം വരെ ജയിലിൽ കിടക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ ചെന്താമരയ്ക്ക് വന്നിരിക്കുന്നത്. ഇനി മേൽക്കോടതിയെ ചെന്താമരയ്ക്ക് സമീപിക്കാം. അങ്ങനെയെങ്കിൽ മാത്രമേ ഇനി ഇതിന് ഇളവ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ ഈ ഒരു സജിതയുടെ കുടുംബം ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. കാരണം കോടതി നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജഡ്ജി അല്പസമയം മുൻപാണ് ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതായത് ഈ കൊലപാതകത്തിലുള്ള ശിക്ഷയാണ് ഇപ്പോൾ ഇരട്ട ജീവപര്യന്തമായി ശിക്ഷിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തെളിവ് നശിപ്പിക്കലും അതിക്രമിച്ച് കടക്കലിനും എല്ലാം തന്നെ വ്യത്യസ്തമായ ശിക്ഷകൾ ഉണ്ട്. അതായത് 4.25 ലക്ഷം രൂപ പിഴ ഇത് അടയ്ക്കണം. അതോടൊപ്പം തന്നെ മറ്റ് വിവിധ വകുപ്പുകളിൽ 208 വകുപ്പ് അടക്കം ചുമത്തിക്കൊണ്ടുള്ള ശിക്ഷാവിധിയാണ് ഇപ്പോൾ അല്പസമയം മുൻപ് കോടതിയുടെ ഭാഗത്തു നിന്നും ജഡ്ജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം ക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് ചെന്താമര നടത്തിയിരിക്കുന്നത് എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇക്കാര്യത്തിൽ ചെന്താമരയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചെങ്കിലും ചെന്താമര ഇക്കാര്യത്തിൽ ഒന്നും തന്നെ കഴിഞ്ഞ ദിവസം വിചാരണ സമയങ്ങളിൽ ഒന്നും തന്നെ കോടതിയിൽ പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ പ്രതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്താൻ പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും എല്ലാം തന്നെ കഴിഞ്ഞിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അല്പസമയം മുൻപ് ഇപ്പോൾ ജഡ്ജ് ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ആണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇനി മറ്റ് കോടതിയെ സമീപിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും നിലവിൽ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ തന്നെയാണ് വിധിച്ചിരിക്കുന്നത്. ശ്യാം.